ഇന്ന് 4 മുതലുള്ള സൂക്തങ്ങൾ ശ്രദ്ധിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വകം മിൻ ഖർയത്തിൻ അഹ്ലക്നാഹാ فجاءها بأسنا بياتا أو هم قائلون فما كان دعواهم إذ جاءهم بأسنا إلا أن قالوا إنا كنا ظالمين فلنسألن الذين أرسل إليهم ولنسألن المرسلين فلنقصن عليهم بعلم وما كنا غائبين. സൂറയുടെ ആമുഖമായിട്ട് അല്ലാഹു തആല 2-3 ആയത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട ചില ആശയങ്ങൾ ഓർമ്മപ്പെടുത്തിയിരുന്നു. അതിലൊന്ന്, ഇത് വേദഗ്രന്ഥമാണ്, ഇത് അള്ളാഹുവിങ്കിൽ നിന്ന് പ്രവാചക താങ്കൾക്ക് അവതരിച്ചതാണ്. ഈ വേദഗ്രന്ഥം, ഈ വേദ അവതരണം താങ്കളുടെ മനസ്സിൽ അസ്വസ്ഥത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവതരിച്ചതല്ല. താങ്കൾക്ക് യാതൊരു പ്രയാസവും ഇതുകൊണ്ടുണ്ടാവില്ല. ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുക എന്നതാണ്. അതോടൊപ്പം സത്യവിശ്വാസികൾക്ക് ഉത്ബോധനമാവുക എന്നതാണ്. തുടർന്ന് ജനങ്ങളോട് അല്ലാഹു തആല 3-ാമത്തെ ആയത്തില് ആഹ്വാനം ചെയ്തു, നിങ്ങൾ പിൻപറ്റുവിൻ, നിങ്ങൾക്ക് അവതീർണമായ ഈ വേദഗ്രന്ഥത്തില് നിങ്ങളുടെ റബ്ബിൽ നിന്ന് അവതരിച്ചത് പിൻപറ്റുവിൻ. നിങ്ങൾ അള്ളാഹുവെ കൂടാതെ മറ്റൊന്നിനെയും മറ്റാരെയും നിങ്ങളുടെ കൈകാര്യകർത്താക്കളായിട്ട് രക്ഷകന്മാരായിട്ട് സ്വീകരിക്കരുത്. പക്ഷേ നിങ്ങളിൽ കുറച്ചു പേർ മാത്രമാണ് ഉത്ബോധനം സ്വീകരിക്കുന്നത് എന്നാണ് അവസാനമായിട്ട് പറഞ്ഞത്. ഇനി അല്ലാഹു തആല 4-5 ആയത്തുകളിൽ പരാമർശിക്കുന്ന വിഷയം എന്താണ്? ചരിത്രമാണ്. ചരിത്രത്തിലേക്കുള്ള ചെറിയ ഒരു സൂചന. സൂറത്തുൽ അഅറാഫില് തുടർന്ന് അങ്ങോട്ട് ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ വിശദമായിട്ട് പരാമർശിക്കുന്നുണ്ട്. അതിലേക്കുള്ള ഒരു സൂചനയാണ് 4-5 ആയത്തുകൾ എന്ന് മനസ്സിലാക്കാം. 4-ാമത്തെ ആയത്ത് ശ്രദ്ധിക്കാം. വകം മിൻ ഖർയത്തിൻ അഹ്ലക്നാഹാ. അള്ളാഹു ചോദിക്കാണ് ഒരു അത്ഭുതത്തിന്റെ ശൈലിയിൽ. വകം, എത്രയെത്ര. മിൻ ഖർയ, ഖർയ നാട് എന്നർത്ഥം പറയാം. വകം മിൻ ഖർയ എന്ന് പറയുമ്പോൾ എത്രയെത്ര നാടുകളാണ്. അഹ്ലക്നാഹ, അഹ്ലക യുഹ്ലികു, നശിപ്പിച്ചു. ഹലാക്ക്, നാശം എന്നാണല്ലോ അർത്ഥം. അഹ്ലക്ന, നാം നശിപ്പിച്ചിട്ടുണ്ട്. ഹാ, അവയെ, ആ ഖറിയകളെ, ആ നാടുകളെ. വകം മിൻ ഖറയത്തിൻ അഹ്ലക്നാഹ, എത്രയെത്ര നാടുകളെയാണ് നാം നശിപ്പിച്ചു കളഞ്ഞിട്ടുള്ളത്. ഫജാഅഹ ബഅസുനാ ബയാതൻ, ഫജാഅ, അപ്പോൾ വന്നു. ഹാ, അവയിൽ, ആ നാടുകൾക്കുമേൽ വന്ന് ഭവിച്ചു. അവിടെ ഫ പറയുമ്പോൾ ഓർക്കാപ്പുറത്ത് പൊടുന്നനെ എന്നുള്ള ആശയമാണ്. ഫജാഅഹ ബഅസുന, നമ്മുടെ ശിക്ഷ. ബഅസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ശിക്ഷ എന്നാണ്. ദുരിതം, പ്രയാസം എന്നൊക്കെ അർത്ഥം പറയും. ഫജാഅഹ ബഅസുന, നമ്മുടെ ശിക്ഷ ആ നാടുകൾക്കുമേൽ വന്നു ഭവിച്ചു. ബയാത്തൻ, എപ്പോഴാണ് സംഭവിച്ചത്? ബയാത്ത്, അവര് രാത്രിയിൽ ഉറങ്ങിക്കിടക്കുന്ന വേളയിലാണ് സംഭവിച്ചത്. ഔ, അല്ലെങ്കിൽ ഹും, അവർ ഖായിലൂൻ, അവർ പകലില് വിശ്രമിക്കുന്ന സമയത്താണ് അത് സംഭവിച്ചത്.
അള്ളാഹു തആല പറയാണ്, അങ്ങനെ എത്രയെത്ര നാടുകളാണ് നശിപ്പിക്കപ്പെട്ടത് എന്നാ പറയുന്നത്. ഒന്നുകൂടി ശ്രദ്ധിക്കാം. വകം മിൻ ഖറിയത്തിൻ അഹ്ലക്നാഹ, എത്രയെത്ര നാടുകളെയാണ് നാം നശിപ്പിച്ചു കളഞ്ഞിട്ടുള്ളത്. ഫജാഅഹ ബഅസുനാ ബയാതൻ, രാത്രി വേളകളിലാണ് അവരെ ശിക്ഷ പിടികൂടിയത്, നമ്മുടെ ശിക്ഷ പിടികൂടിയത്. ഔഹും ഖായിലൂൻ, അല്ലെങ്കിൽ അവർ പകലില് ഉച്ച നേരത്ത് വിശ്രമിക്കുമ്പോഴാണ് അത് സംഭവിച്ചത് എന്നാ പറയുന്നത്. അള്ളാഹുവിൻ്റെ ഇടപെടലുകൾ പെട്ടെന്നായിരിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിത വ്യവഹാരങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നാകാം അള്ളാഹുവിൻ്റെ ഇടപെടലുകൾ എന്ന് അതിൽ നിന്ന് മനസ്സിലാവും. അങ്ങനെ പെട്ടെന്നാണ് പടച്ചതമ്പുരാന്റെ ഇടപെടലുകൾ ഉണ്ടാവുക. വകം മിൻ ഖറിയ, ഖറിയ എന്ന് പറയുമ്പോൾ നാട്, ഗ്രാമം, ഇനി അതിനപ്പുറത്ത് രാജ്യം എന്ന അർത്ഥത്തിലൊക്കെ മനസ്സിലാക്കാവുന്ന ഒരു പൊതുവായൊരു പ്രയോഗമാണ് ഖറിയ. അതിന്റെ ബഹുവചനം ഖുറ എന്നാണ്. നമ്മൾ മക്കയെക്കുറിച്ച് വിശേഷിപ്പിക്കുന്ന ഒരു പേര് ഉണ്ടല്ലോ, ഉമ്മുൽ ഖുറ, ഖുർആനിൽ തന്നെ വന്നിട്ടുള്ളതാണ് അല്ലെ. ഉമ്മുൽ ഖുറ എന്ന് പറയുമ്പോൾ നാടുകളുടെ മാതാവ് എന്നർത്ഥം പറയാം. വകം മിൻ ഖറിയ, ഈ നാടുകൾ എന്ന് പറയുമ്പോൾ എങ്ങനെയുള്ള നാടായിരിക്കും? വലിയ വലിയ ഭയങ്കരന്മാരായ ഭരണാധികാരികൾ ഭരിച്ചുകൊണ്ടിരുന്ന നാടുകൾ അല്ലേ. എന്ന് പറഞ്ഞാൽ ആദ് സമൂദ് പോലെ, ഫിർഔനിന്റെ സാമ്രാജ്യം പോലെ, നമ്രൂദിന്റെ സാമ്രാജ്യം പോലെ, ഇങ്ങനെയൊക്കെയുള്ള മഹാശക്തികളായിട്ട് ലോകത്ത് വാണരുളിയ വലിയ വലിയ രാഷ്ട്രങ്ങളും സാമ്രാജ്യങ്ങളുമാണ് ഉദ്ദേശിക്കുന്നത്. അഹ്ലക്നാഹ, നാം അവയെ നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു. ഫജാഅഹ ബഅസുനാ ബയാതൻ, എപ്പോഴാണ് അവരെ നമ്മുടെ ശിക്ഷ പിടികൂടിയതെന്നറിയോ? ബയാത്തൻ, ബാത്ത യബീത്തു, രാത്രി കഴിച്ചുകൂട്ടി എന്നാണ് അർത്ഥം. വീടിന് പറയുന്നൊരു വാക്കില്ലേ, ബൈത്ത് അല്ലെ. ബൈത്ത് വീടാണ്. അതെങ്ങനെയാ വാക്ക് വന്നത്? നമ്മൾ രാത്രിയിൽ കഴിച്ചുകൂട്ടുന്ന ഇടം എന്ന അർത്ഥത്തിലാണ് ബൈത്ത് എന്നുള്ള പേര് വന്നിരിക്കുന്നത്. ഹാജിമാര് മുസ്ദലിഫയിൽ രാപ്പാർക്കും. അതിന് അൽ മബീത്തു ബി മുസ്ദലിഫ എന്നാണ് പറയാം. മുസ്ദലിഫയിൽ രാപ്പാർക്കൽ എന്ന് പറയും. ബൈത്ത് ശരിക്ക് രാത്രിയിൽ കഴിച്ചു കൂട്ടുന്ന സ്ഥലം എന്ന അർത്ഥത്തിലാണ്. വീടിന് പല പേരുകൾ പറയല്ലോ. അതിലൊന്ന് ദാറാണ്. ദാറ യദൂറു എന്ന് പറഞ്ഞാൽ ചുറ്റിക്കറങ്ങി എന്നാണ് അർത്ഥം. നമ്മുടെ വീട്ടിന്റെ അകത്ത് നമ്മൾ എത്ര കിലോമീറ്റർ ഒരു ദിവസം നടക്കുന്നുണ്ടാവും അല്ലേ. ഇപ്പോ വനിതകളാണെങ്കിൽ ചിലപ്പോൾ അടുക്കളയിൽ തന്നെ കിലോമീറ്ററുകൾ നടക്കുന്നുണ്ടാവും. വീട്ടിന്റെ അകത്തും മുറ്റത്തും പരിസരങ്ങളിലുമായിട്ട് നിരന്തരം നടപ്പാണ്. എത്ര നടന്നാലും നമുക്ക് മടുപ്പ് അനുഭവപ്പെടില്ല. അതാണ് വീടിന്റെ പ്രത്യേകത. അതാണ് ദാറ്. നമ്മുടെ ജീവിതം മൊത്തത്തിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്ന വീടുമായി ബന്ധപ്പെട്ടാണ്. ലോകത്ത് എവിടെ സഞ്ചരിച്ചാലും തിരിച്ചവിടെ എത്തണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. മറ്റൊരു വാക്ക് മൻസിലാണ്. മൻസിൽ ഇറങ്ങി താമസിക്കുന്ന താവളം എന്ന അർത്ഥത്തിലാണ് ആ വാക്ക് ഉപയോഗിക്കാം. ഇപ്പൊ യാത്രയൊക്കെ കഴിയുമ്പോൾ ഒന്ന് വീട്ടിലെത്തേണ്ടിയിരുന്നു എന്ന് തോന്നില്ലേ? ആ നിലയ്ക്ക് നമ്മൾ സമാധാനവും ശാന്തിയും കണ്ടെത്തുന്ന ഇടം മസ്കൻ എന്ന് ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ശാന്തിഗേഹമാണ്. ഇപ്പൊ ബൈത്ത് വീടാണ്. അതിൽ നിന്നാണ് ബയാത്ത് എന്ന പ്രയോഗം ഉണ്ടായത്. ഇന്ന് നമ്മൾ നേരെ മറിച്ചാണ് കാണുന്നത് അല്ലേ. എങ്ങനെ? രാത്രികൾ ഹയാത്താക്കാണ് ആളുകൾ. അങ്ങാടികളൊക്കെ നോക്കിയാൽ രാത്രി 12 മണി വരെയൊക്കെ, അല്ലെങ്കിൽ അത് കഴിഞ്ഞാലും യുവാക്കളുടെ കൂട്ടം അങ്ങാടികളിൽ ഇങ്ങനെ കഴിച്ചുകൂട്ടാണ്. എന്നിട്ടോ പല അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടുന്നു. ചിലപ്പോൾ മയക്കുമരുന്നിലും അങ്ങനെയൊക്കെയുള്ള വേണ്ടാത്ത കാര്യങ്ങളിലൊക്കെ ചെന്നുപെടുന്നു. ശരിക്കും രാത്രിയായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? കൂടണയണം എന്നുകൂടി മനസ്സിലാക്കണം. എന്നിട്ട് രാത്രി ഉറക്കമൊഴിച്ചിട്ട് പകലിൽ ഉറങ്ങാണ് ഇപ്പോൾ. അപ്പൊ ഇവിടെ അള്ളാഹു തആല പറയുന്നത് ഫജാഅഹ ബഅസുനാ ബയാത്തൻ, വീടുകളിൽ സ്വസ്ഥമായിട്ട് സുരക്ഷിതമായിട്ട് ഉറങ്ങിക്കിടക്കുമ്പോൾ, എല്ലാ സൗകര്യങ്ങളും ഒരുക്കി, അങ്ങനെയല്ലേ, ഉറക്കിന് ഒരു കുഴപ്പമുണ്ടാകരുത് എന്ന് തീരുമാനിച്ചുകൊണ്ട് ആണ് നമ്മൾ കിടക്കുന്നത്. പക്ഷെ അങ്ങനെ വീടുകളിൽ കിടക്കുമ്പോഴായിരിക്കാം ചിലപ്പോ അള്ളാഹുവിന്റെ ശിക്ഷ വരുന്നത്. ഔഹും ഖായിലൂൻ, അല്ലെങ്കിൽ അവര് ഖായിലൂൻ മയക്കത്തിലായിരിക്കുമ്പോഴാകാം. ഖാല എന്ന വാക്കിന് സാധാരണ നമുക്കറിയുന്ന
അർത്ഥം പറഞ്ഞു എന്നാണ്, അല്ലെ? കാല പറഞ്ഞു, യഖൂലു പറയും. അപ്പൊ ഖായിൽ ആരാണ്? ഖായിൽ പറയുന്നവനാണ്. ഖാല ഖായിലും മിൻഹും എന്നുണ്ടല്ലോ, ഖാല ഖായിലും മിൻഹും സൂറത്തുൽ കഹ്ഫിലൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഖായിൽ സംസാരിക്കുന്നവൻ, സ്പോക്സ്മാൻ ആണ്. പക്ഷെ ഇവിടെ അതേ വാക്കുകൊണ്ടാണ്, ഖായിലൂൻ എന്ന് പറയുമ്പോൾ സംസാരിക്കുന്നവർ എന്നായിരിക്കും. പക്ഷെ ഇവിടെ എന്താ അർത്ഥം പറയുന്നത്? ഇവിടെ പറയുന്നത് ഉച്ചമയക്കം അല്ലെങ്കിൽ പകൽ വിശ്രമവേള എന്നാണ്. അപ്പൊ നമ്മൾ ഒന്നുകൂടി ആ വാക്കിനെ കുറിച്ച് ആലോചിക്കണം. ഖാല യഖൂലു, യഖൂലു ഭാവി കാലാണ്, യഖൂലു പറയുന്നു, പറയും എന്നാണ്. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ഭാവി കാലം പറയുമ്പോൾ ഖാല യഖീലു എന്നാണ്. യഖീലു, വാവല്ല യാ ആണ്, യഖീലു. മറ്റത് യഖൂലു, അല്ലെ? അപ്പൊ യഖീലു എന്ന് പറയുമ്പോൾ അത് പകലിൽ വിശ്രമിച്ചു, ഉച്ചമയക്കത്തിൽ ഏർപ്പെട്ടു എന്നുള്ള അർത്ഥം വരും. വാക്കുകളുടെ വ്യത്യാസം കണ്ടില്ലേ? അപ്പൊ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല. അപ്പൊ പലപ്പോഴും ആളുകൾ ഖുർആനിനെ വിമർശിക്കുന്നത് ഇങ്ങനെയുള്ള പദഘടന മനസ്സിലാക്കാതെ ആയിരിക്കും എന്നുകൂടി മനസ്സിലാക്കണം. അപ്പൊ ഖാല യഖീലു, പകലിൽ വിശ്രമിച്ചു. ഖൈലൂല എന്ന് കേട്ടിട്ടില്ലേ? ഖൈലൂലത്ത് എന്ന് പറഞ്ഞാൽ ഉച്ചമയക്കം എന്നാണ്. ഉച്ചഭക്ഷണം കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് മയങ്ങുക. എത്ര സമയം? ഒരു 5 മിനിറ്റ്, കൂടിയ 10 മിനിറ്റ്. അതിനപ്പുറം കിടക്കരുത്. അപ്പുറം കിടന്നാൽ പിന്നെ നമ്മൾ അസർ വരെ കിടന്ന് ആകെ മുഷിപ്പായി ഒരു ക്ഷീണം ബാധിക്കുന്ന അവസ്ഥയിലാവും. അങ്ങനെ കിടക്കാൻ പാടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കിടക്കാറുണ്ടായിരുന്നു. എപ്പോ? ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് അല്പനേരം ഒന്ന് വിശ്രമിക്കും. അങ്ങനെ ഒന്ന് വിശ്രമിച്ച് ഉണർന്നാലില്ലേ, നമ്മുടെ ബ്രെയിന് ആക്റ്റീവ് ആകുമെന്നാണ് പറയുന്നത്. സാധാരണ ഉച്ചയ്ക്ക് ശേഷം ക്ലാസ്സിൽ ഇരിക്കുമ്പോഴും എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര മൂഡ് ഓഫ് ആയിരിക്കും, അല്ലെ? വല്ലാത്തൊരു ഉറക്കച്ചടവ്, ഒരു ഹാങ് ഓവർ ഉണ്ടാവും. പക്ഷെ ഒന്ന് മയങ്ങിയിട്ട്, അത് ഇരുന്നു കൊണ്ട് മയങ്ങിയാലും കുഴപ്പമില്ല, കിടന്നിട്ടായാലും കുഴപ്പമില്ല, നല്ല ഉണർവുണ്ടാവും. പ്രത്യേകിച്ച് മരുഭൂമിയിലെ ആളുകൾ ഉച്ച സമയത്തൊന്ന് മയങ്ങും, അല്ലെ? പ്രത്യേകിച്ച് ചൂട് കാലമൊക്കെ ആകുമ്പോൾ അങ്ങനെയാണല്ലോ. ഉച്ചയോടുകൂടി ഗൾഫ് നാടുകളിലൊക്കെ ഓഫീസ് ടൈം കഴിയുന്നുണ്ട് സാധാരണ ഗവൺമെന്റ് സർവീസിലൊക്കെ. പിന്നെ അവർക്ക് അല്പം ഒരു മയക്കമാണ്. ആ മയക്കത്തിന്റെ സമയത്ത് ആരും ഫോൺ ചെയ്യാൻ പാടില്ല, അത് അപമര്യാദയാണ്. കാരണം എല്ലാവരും പൊതുവെ ഒരു മയക്കത്തിന്റെ മൂഡിലായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു അവസ്ഥയാണ് ഇവിടെ ഖായിലൂൻ എന്ന് പറഞ്ഞത്. ഔ ഹും ഖായിലൂൻ, അല്ലെങ്കിൽ അവർ ഉച്ചമയക്കത്തിലായിരിക്കെ, പകലിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കെ എന്ന് പറഞ്ഞാൽ ജീവിതം വളരെ സ്വസ്ഥമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലായിരിക്കും പടച്ചതമ്പുരാന്റെ ശിക്ഷ വന്നുപെടുന്നത്. ഇത് ഏതെങ്കിലും നിരപരാധികളായ സമൂഹത്തെ ശിക്ഷിക്കുന്നതിനെ കുറിച്ചാണോ? അങ്ങനെയല്ല. ഇപ്പൊ ഉരുൾപൊട്ടലുണ്ടായി വയനാട്ടില്, അല്ലെ? അതിന് നമുക്ക് ശിക്ഷ എന്ന് വ്യാഖ്യാനിക്കാൻ കഴിയുമോ? സാധ്യമല്ല. അവർക്ക് ഇസ്ലാം എന്ന സത്യം ഒരുപക്ഷെ എത്തിയിട്ടുണ്ടാവില്ല. അവർക്കിടയിൽ നല്ല വിശ്വാസികൾ ഉണ്ടായിരിക്കാം. പിന്നെ എന്താ സംഭവിച്ചത്? അതൊരു പരീക്ഷണമായിരുന്നു, അല്ലെ? എന്ന നിലക്കാണ് അതിനെ കാണേണ്ടത്. അതേ സമയത്ത് ചില സമൂഹങ്ങൾ വല്ലാതെ ധിക്കാരം പ്രവർത്തിച്ചിട്ട് അതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ട സമൂഹങ്ങളുണ്ട്. ആദ് സമൂദൊക്കെ അതിൽ വരുന്നു. നൂഹ് അലൈഹിസ്സലാമിന്റെ സമൂഹം പ്രളയം കൊണ്ട് നശിപ്പിക്കപ്പെട്ടത്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പൊ അതാണ്, അത് പൊടുന്നനെയാണ് സംഭവിക്കുക. നമ്മൾ ജീവിത വ്യവഹാരങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ, അല്ലെങ്കിൽ സ്വസ്ഥമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുക അത് സംഭവിക്കും. ഇവിടെ രണ്ടും വിശ്രമമാണ് പറഞ്ഞത്, അല്ലെ? ഒന്നുകിൽ രാത്രിയിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ, അല്ലെങ്കിൽ പകലിൽ വിശ്രമിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ആർക്ക് അങ്ങനെ വിശ്രമിക്കാൻ കഴിയാം? മനസ്സ് വളരെ സ്വസ്ഥമായിട്ട് ഇരിക്കുന്ന അവസ്ഥയിൽ ഉണ്ടല്ലോ, ഭൗതിക വിഭവങ്ങളൊക്കെ ധാരാളം ഉണ്ട്. അങ്ങനെ തിമിർത്ത് ആസ്വദിച്ച് കഴിച്ചു കൂട്ടുന്ന അവസ്ഥയിൽ പൊടുന്നനെ അള്ളാഹുവിന്റെ ശിക്ഷ വരുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ശിക്ഷ വന്ന് സമൂഹങ്ങൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാൻ. ആ സമയത്ത് അത്തരം സമൂഹങ്ങളുണ്ടല്ലോ, അവർ വലിയ ഭൗതിക സന്നാഹങ്ങളൊക്കെ ഉള്ളവരായിരുന്നു. അവരുടെ പ്രതികരണങ്ങൾ എന്തായിരുന്നു എന്നാണ് 5-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്. നമുക്ക് ശ്രദ്ധിക്കാം. فما كان دعواهم إذ جاءهم بأسنا إلا أن قالوا
ഇല്ലാ അൻ ഖാലൂ ഇന്നാ കുന്നാ ളാലിമീൻ. അർത്ഥം ശ്രദ്ധിക്കാം. ഫമാ കാന ദഅവാഹും, ഫമാ കാന, ഫമ അല്ല എന്നാണ്, കാന ആകുന്നു അല്ലെങ്കിൽ ആയിരുന്നു, ഫമാ കാന ആയിരുന്നില്ല, ദഅവാഹും, ദഅവ എന്ന് പറയുമ്പോൾ ദഅവത്ത് തന്നെയാണ്, ദഅവത്ത് പ്രാർത്ഥന അല്ലെ, ദഅ യദ്ഉ, ദഅ യദ്ഉ വിളിച്ചു പ്രാർത്ഥിച്ചു. ദുആ എന്ന വാക്ക് പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കുന്നു സാധാരണ. ദഅവ എന്ന വാക്കും അതേ ആശയത്തിൽ ഉപയോഗിക്കും. ദഅവാഹും ഫീഹ സുബ്ഹാനകല്ലാഹുമ്മ, ഖുർആനിൽ തന്നെ വരുന്നുണ്ട് ദഅവ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പൊ ദഅവ എന്നത് പ്രാർത്ഥന എന്ന ആശയത്തിൽ വരുന്ന വാക്കാണ്. അവിടെ വാവ് കഴിഞ്ഞിട്ട് യാ ഉണ്ടാകും, ദഅവ. ഫമാ കാന ദഅവാഹും, അപ്പോ അവരുടെ പ്രാർത്ഥന ആയിരുന്നില്ല, ഇദ് ജാഅഹും, അവർക്ക് വന്നെത്തിയപ്പോൾ, ബഅ്സുന, നമ്മുടെ ശിക്ഷ, നമ്മുടെ ശിക്ഷ അവർക്ക് വന്നെത്തിയപ്പോൾ അവരുടെ പ്രാർത്ഥന ആയിരുന്നില്ല. ഇല്ലാ അൻ ഖാലു, ഇല്ല അല്ലാതെ, അൻ ഖാലു അവർ പറഞ്ഞു എന്നതല്ലാതെ. എന്താ അവർ പറഞ്ഞത്? ഇന്നാ കുന്നാ ളാലിമീൻ, ഇന്ന നിശ്ചയം ഞങ്ങൾ, കുന്ന ഞങ്ങൾ ആയിരുന്നു, ളാലിമീൻ അക്രമികൾ, അധർമ്മികൾ. ഇന്നാ കുന്നാ ളാലിമീൻ, ഇതായിരുന്നു അവരുടെ അത്തരം സന്ദർഭങ്ങൾ. ശിക്ഷ വരുമ്പോഴുള്ള വിലാപം ഇങ്ങനെയായിരുന്നു: ഞങ്ങള് അക്രമികളായിപ്പോയല്ലോ, ഞങ്ങൾ അധർമ്മികളായിപ്പോയല്ലോ എന്ന് ആയിരുന്നു അവർ വിലപിച്ചു കൊണ്ടിരുന്നത് എന്ന് അള്ളാഹു താല വെളിപ്പെടുത്താണ്. വേറെ എന്തു പറയാനാണല്ലേ? കാരണം അവര് അള്ളാഹുവെ ധിക്കരിച്ച് ജീവിച്ച സമൂഹമാണ്. ആ ധിക്കാരം നിമിത്തമാണ് അവർക്ക് ശിക്ഷ വന്നു ഭവിച്ചത്. സാധാരണ പറയുമല്ലോ, എല്ലാം ഞാൻ തന്നെ വരുത്തി വെച്ചതാണ് അല്ലേ? ഗുരുതരമായ എന്തെങ്കിലും ദുരിതങ്ങളിൽ മനുഷ്യൻ ചെന്നുപെടുമ്പോൾ, മാനസിക പ്രശ്നം, കുടുംബ പ്രശ്നം, സാമ്പത്തിക പ്രശ്നം, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ മനുഷ്യൻ അവസാനം ഒരു വീണ്ടും വിചാരം നടത്തുമ്പോൾ അയാൾക്ക് കിട്ടുന്ന ഉത്തരം ഇതാണ് പലപ്പോഴും: എല്ലാം ഞാനായിട്ട്, ഞാൻ തന്നെ വരുത്തി വെച്ചതാണ് എന്ന് പറയുന്നത് കേൾക്കാം. ഇവിടെ ആ ഒരു ശൈലിയിലാണ് അവർ മറുപടി പറയുന്നത്. ഫമാ കാന ദഅവാഹും, അവരുടെ വിലാപം എന്ന് പറയാം. ഇത് ശരിക്ക് പ്രാർത്ഥനയല്ല, മറിച്ച് അവരുടെ സങ്കടങ്ങൾ പ്രകടിപ്പിക്കലാണ്. ഫമാ കാന ദഅവാഹും ഇദ് ജാഅഹും ബഅ്സുന, നമ്മുടെ ശിക്ഷ വന്നപ്പോൾ അവരുടെ വിലാപം എന്താണ്? ഇല്ലാ അൻ ഖാലു, ഇങ്ങനെ പറയുക മാത്രമാണ്: ഇന്നാ കുന്നാ ളാലിമീൻ, ഞങ്ങൾ അക്രമികളായി പോയല്ലോ, ഞങ്ങൾ അധർമ്മികളായി പോയല്ലോ. എന്താ ഇത് മാത്രമേ പറയുള്ളൂ എന്ന് പറഞ്ഞത്? വേറെ ഒന്നും അവർക്ക് പറയാൻ തോന്നില്ല. വേണമെങ്കിൽ അവർക്ക് അള്ളാഹുവെ കുറ്റപ്പെടുത്താം അല്ലെ? ഇതെന്ത് പടച്ചോനാണ്, ഇങ്ങനെയൊക്കെയാണോ മനുഷ്യനോട് ചെയ്യേണ്ടത് എന്ന് പറയാം. പക്ഷെ അവരങ്ങനെ പറയുന്നില്ല. അവർ പ്രവാചകന്മാരെ തള്ളി പറയുന്നില്ല, അവർ സത്യവിശ്വാസികൾക്കെതിരെ സംസാരിക്കുന്നില്ല, മറിച്ച് സ്വന്തത്തിനെതിരിലാണ് അവർ സംസാരിക്കുന്നത്. ഇന്നാ കുന്നാ ളാലിമീൻ എന്ന്. അത് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. നമ്മളും പല പ്രയാസങ്ങളിൽ അകപ്പെടുമ്പോൾ എന്താ ചെയ്യാം? അവനവനിലേക്ക് തിരിഞ്ഞു നോക്കണം. ഇത് എൻ്റെ തകരാറാണോ? അതുകൊണ്ടാണോ എനിക്കിങ്ങനെ സംഭവിച്ചത്? അള്ളാഹുമായുള്ള ബന്ധത്തില്, എൻ്റെ ഈമാനില്, ഇസ്ലാമില്, അനുഷ്ഠാനങ്ങളില്, അതുപോലെ ഇടപാടുകളില്, നിലപാടുകളിൽ ഇസ്ലാമികമല്ലാത്ത വല്ലതും സംഭവിക്കുന്നുണ്ടോ എന്ന് നമ്മളും ആലോചിച്ച് നോക്കേണ്ടതാണ്. ഇപ്പൊ നമുക്കും ഇത്തരത്തിലുള്ള ചില ഉത്തരങ്ങൾ ചിലപ്പോൾ കിട്ടും എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ 2 ആയത്തുകൾ, 4-5 ആയത്തുകളിൽ അള്ളാഹു താല ഇനി വരാൻ പോകുന്ന ചരിത്ര പശ്ചാത്തലങ്ങൾ മുൻനിർത്തിയിട്ട് ഒരു ആമുഖം പറഞ്ഞതാണ്. അതിനാൽ ഇനിയുള്ളവർക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കാം അല്ലെ? ഇപ്പൊ ഖുർആൻ അഭിസംബോധന ചെയ്യുന്ന മക്കക്കാരായാലും മദീനക്കാരായാലും ഇനി ഖുർആൻ പാരായണം ചെയ്യുന്ന ഏത് മനുഷ്യ സമൂഹമായാലും എല്ലാവരും ആലോചിക്കേണ്ടതാണ് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നമുക്കും വന്നുപെടാം എന്നതിനെ കുറിച്ച്. ഇനി അള്ളാഹു 6-7 ആയത്തുകളിൽ വരാൻ പോകുന്ന വിചാരണയെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് നടത്തുന്നത്. ഇതിലൊക്കെ വിശദാംശങ്ങൾ ഖുർആനിൽ ഈ സൂറയിൽ തന്നെ പിന്നീട് വരാൻ പോകുന്നുണ്ട്.
അപ്പൊ അതിൻ്റെയൊക്കെ ഒരു സൂചന, ഒരു ആമുഖം എന്ന നിലയിൽ ചില ടൈറ്റിലുകൾ ആദ്യമേ പറഞ്ഞു വെക്കാൻ. 6-ാമത്തെ ആയത്ത്, فَلَنَسْأَلَنَّ الَّذِينَ أُرْسِلَ إِلَيْهِمْ وَلَنَسْأَلَنَّ الْمُرْسَلِينَ. فَلَنَسْأَلَنَّ ആകയാൽ, അപ്പോൾ, ല തീർച്ചയായും, നസ്അലു നാം ചോദിക്കും. വീണ്ടും ശദ്ദുള്ള നൂനുണ്ട്, തീർച്ചയായും തന്നെയാണ്. ഫലനസ്അലന്ന, അവിടെ ഫ പറയുമ്പോൾ അതിനാൽ, ഓർത്തിരിക്കുക എന്നൊക്കെയുള്ള ഒരു സൂചനയായിട്ടാണ് ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നത്. ഫലനസ്അലന്ന, തീർച്ചയായും നാം ചോദിക്കും. അള്ളാഹു പറയാണ്, എന്താ ഉദ്ദേശം? പരലോകത്ത് ഓരോ മനുഷ്യനെ വിസ്തരിക്കും എന്നാണ് പറയുന്നത്. ഫലനസ്അലന്ന അല്ലദീന, ഒരു കൂട്ടരെ, ഒരു വിഭാഗത്തെ. അല്ലദീന ആരാണ്? ഉർസില അയക്കപ്പെട്ടിരിക്കുന്നു, ഇലൈഹിം അവരിലേക്ക്. ആരിലേക്ക് അയക്കപ്പെട്ടുവോ അവരെ ചോദ്യം ചെയ്യും. അയച്ചവരെ എന്നല്ല, അയക്കപ്പെട്ടവർ ആരിലേക്കാണോ അയക്കപ്പെട്ടത് അവരെ ചോദ്യം ചെയ്യും. എന്ന് പറഞ്ഞാൽ ദൈവദൂതന്മാർ നിയോഗിക്കപ്പെട്ട സകല ജനതകളെയും ചോദ്യം ചെയ്യുന്നതാണ്. അള്ളാഹു താല പ്രവാചകന്മാരെ അയച്ചിട്ടുള്ള സകല സമൂഹങ്ങളെയും അള്ളാഹു ചോദ്യം ചെയ്യും. അപ്പൊ നമ്മളൊക്കെ ചോദ്യം ചെയ്യും. പിന്നെ പറയുന്നു, വലനസ്അലന്ന, തീർച്ചയായും നാം ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും, അൽ മുർസലീൻ, ആരെ? അയക്കപ്പെട്ടവരെ. ആരാ അയക്കപ്പെട്ടവര്? പ്രവാചകന്മാരാണ്. മുർസൽ, അയക്കപ്പെട്ടവൻ എന്നാണ്. അതിന്റെ ബഹുവചനാണ് മുർസലീൻ. റസൂൽ എന്ന് പറയല്ലോ, ദൈവദൂതൻ എന്നാണ്, അല്ലെ? ദൂതുമായിട്ട്, സന്ദേശവുമായിട്ട് വന്നവൻ എന്ന അർത്ഥത്തിലാണ് റസൂൽ എന്ന് പറയാം. മുർസൽ അത് തന്നെയാണ് ഉദ്ദേശം, അയക്കപ്പെട്ടവൻ എന്ന രൂപത്തിലുള്ള വാക്കാണത്. അള്ളാഹുവിനാൽ അയക്കപ്പെട്ടവൻ എന്നായിരിക്കും. അപ്പൊ ഇവിടെ വിചാരണയെ കുറിച്ചാണ് പറയുന്നത്, അല്ലെ? ആരെയൊക്കെ വിചാരണ ചെയ്യാം? 2 കൂട്ടരെ വിചാരണ ചെയ്യും. ഫലനസ്അലന്നല്ലദീന ഉർസില ഇലൈഹിം, ആരിലേക്കാണോ ദൈവദൂതന്മാർ അയക്കപ്പെട്ടത് അവർ വിചാരണ ചെയ്യപ്പെടും. അവരെ അള്ളാഹു വിചാരണ ചെയ്യും, അഥവാ മനുഷ്യരെ വിചാരണ ചെയ്യും. വലനസ്അലന്നൽ മുർസലീൻ, ദൈവദൂതന്മാരെ, പ്രവാചകന്മാരെയും നാം വിചാരണ ചെയ്യും. കണ്ടോ? ഇത് വളരെ ഗുരുതരമായൊരു സാഹചര്യമാണ്, അല്ലെ? അള്ളാഹു താല പ്രവാചകന്മാരെയും വിചാരണ ചെയ്യും. ഏത് സമൂഹത്തിലേക്കാണോ അവർ വന്നത് ആ സമൂഹത്തെയും വിചാരണ ചെയ്യും. എന്താണ് വിചാരണ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ആ സന്ദേശം അനുസരിച്ച് ജീവിച്ചോ എന്നുള്ളതാണ്. നമുക്കറിയാം, പ്രവാചകന്മാരെ അള്ളാഹു അയക്കുന്നത് എന്തിനാണ്? അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടിയാണ്. അതിനാവശ്യമായ സന്ദേശങ്ങൾ മനുഷ്യർക്ക് എത്തിച്ചു കൊടുക്കാനാണ്. അങ്ങനെ അവര് സന്ദേശങ്ങൾ എത്തിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നടപ്പിൽ വരുത്തിയോ എന്ന് നമ്മളോട് ചോദിക്കും. സൂറത്തുൽ മുൽക്കിലില്ലേ, അലം യഅ്തികും നദീർ, നിങ്ങൾക്ക് മുന്നറിയിപ്പുകാരൻ വന്നിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്, അല്ലെ? ബലാ ഖദ് ജാഅനാ നദീർ, അതെ, ഞങ്ങൾക്ക് മുന്നറിയിപ്പുകാരൻ വന്നിരുന്നു, പക്ഷെ എന്നിട്ട് ഞങ്ങൾ തലതിരിഞ്ഞു പോയതാണ് എന്ന് പറയുന്നൊരു സന്ദർഭമുണ്ട് അവിടെ, അല്ലെ? അപ്പൊ അതിനാൽ സകല മനുഷ്യരും ചോദിക്കപ്പെടും. അപ്പൊ വീണ്ടും നമുക്ക് ചോദിക്കാം, നമ്മിലേക്ക് പ്രവാചകന്മാർ വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ, നമ്മിലേക്ക് പ്രവാചകൻ വന്നിട്ടില്ല. കാരണം നമ്മൾ പ്രവാചകനെ കണ്ടിട്ടില്ല, നേരിട്ട് അവിടുത്തെ സംസാരം കേട്ടിട്ടില്ല, ആ ജീവിതം കണ്ടിട്ടില്ല. അപ്പൊ നമ്മളെ എന്തിനാ ചോദ്യം ചെയ്യുന്നത് എന്ന് ചോദിക്കാം. അപ്പൊ പ്രവാചകന്മാർ അയക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ചില സമൂഹങ്ങൾ നേരിട്ട് തന്നെ അവർക്ക് അനുഭവിക്കാൻ കഴിയും, അല്ലെ? പ്രവാചകന്മാരാഗതരാകുന്ന കാലത്ത് ജീവിച്ചവരാണെങ്കിൽ. അതല്ലെങ്കിൽ എന്താ ഉദ്ദേശം? ആ സന്ദേശം നിലനിൽക്കുക എന്നുള്ളതാണ്. ഇപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗതനായിട്ട് 14 നൂറ്റാണ്ട് പിന്നിട്ടു. പക്ഷെ ആ സന്ദേശം നമുക്കിടയിലുണ്ട്, വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ, അല്ലെ? നമ്മുടെ കൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന സന്ദേശമുണ്ട്, വിശുദ്ധ ഖുർആനുണ്ട്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് നമുക്ക് മാറി നിൽക്കാൻ പറ്റുമോ? സാധ്യമല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന സന്ദേശമുണ്ട്.
അപ്പൊ അത് 14 നൂറ്റാണ്ടായിട്ട് തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട് നമ്മുടെ മുമ്പിൽ എത്തിയതാണ്. അപ്പൊ അതിൽ വല്ല കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പഠിച്ച് മനസ്സിലാക്കിയിട്ട് തള്ളിക്കളയാം. അതല്ലെങ്കിൽ തീർച്ചയായും അത് അംഗീകരിച്ചേ പറ്റുള്ളൂ. അപ്പൊ അതിനാൽ പ്രവാചകൻ വരിക എന്ന് പറഞ്ഞാൽ നേരിട്ട് വരണം എന്നില്ല. ആ സന്ദേശം നമ്മുടെ മുമ്പിൽ ഉണ്ടായാൽ മതി, പ്രബോധകന്മാരുണ്ടായാൽ മതി, അല്ലേ? ഈ കാലഘട്ടത്തിലും പ്രബോധകന്മാരുണ്ട്, ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുണ്ട്, ആളുകൾക്ക് ഇസ്ലാമിനെ അറിയാൻ ഒരുപാട് വഴികളുണ്ട്, ഓൺലൈൻ ഉണ്ട്, ഓഫ്ലൈൻ ഉണ്ട്. അപ്പൊ അതിനാൽ ഫലനസ്അലന്നല്ലദീന ഉർസില ഇലൈഹിം, ഇത് ശരിക്കും നമുക്കൊരു ബാധ്യതയാണിത്, അല്ലേ? നമ്മൾ ഓരോ ക്ലാസ് പഠിച്ച് മുന്നോട്ട് പോകുമ്പോഴും പഠിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അള്ളാഹു നാളെ ചോദിക്കൂല്ലേ, നീ ഇന്ന കാര്യം പഠിച്ചതല്ലേ, എന്നിട്ട് നീ അത് നടപ്പിൽ വരുത്തിയോ എന്ന് നമ്മോടൊക്കെ ചോദിക്കൂല്ലേ? തീർച്ചയായിട്ടും ചോദിക്കും. അപ്പൊ അങ്ങനെ ഒരു ചോദ്യത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് മുന്നൊരുക്കം നടത്തണം എന്ന് മനസ്സിലാക്കണം. അപ്പൊ ഏത് കാര്യം പഠിച്ചാലും അത് എല്ലാരോടും പറഞ്ഞതില്ല, എന്നോട് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടതില്ല. അള്ളാഹു താല നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് പ്രത്യേകമായിട്ടാണ് ഈ ജീവിതം തന്നത്. ഞാൻ ശ്വസിക്കുന്ന വായു എനിക്ക് മാത്രമേ ശ്വസിക്കാൻ പറ്റുള്ളൂ, അല്ലേ? വേറൊരാൾക്കും, എൻ്റെ അടുത്ത് നിൽക്കുന്ന ആൾ ശ്വസിക്കുന്നത് മറ്റൊരു വായുവാണ്. ഇങ്ങനെ എല്ലാ നിലക്കും നമ്മെ അള്ളാഹു പരിഗണിച്ചിട്ടുണ്ട്. അതിനാൽ എന്നിലേക്ക് വന്ന ദൈവദൂതൻ, എനിക്ക് വേണ്ടി മാത്രം അവതരിച്ച വേദഗ്രന്ഥം എന്ന നിലയിൽ തന്നെ നമ്മൾ ഖുർആനിനെയും ഇസ്ലാമിനെയും കാണേണ്ടതുണ്ട്. അതിനാൽ അതിനെക്കുറിച്ച് നമ്മോട് ചോദിക്കും. വലനസ്അലന്നൽ മുർസലീൻ, രണ്ടാമത് പറയാണ് ദൈവദൂതന്മാരോ, അവരെയും ചോദ്യം ചെയ്യും. ഒന്ന് ആലോചിച്ച് നോക്കൂ, വല്ലാത്തൊരു വർത്തമാനമാണത്, അല്ലെ? ഞാൻ നിങ്ങൾക്ക് നൽകിയ സന്ദേശം നിങ്ങൾ എത്തിച്ചു കൊടുത്തോ എന്നൊരു ചോദ്യം അവരോടും ചോദിക്കും. ആ സമൂഹത്തിന്റെ പ്രതികരണം എന്തായിരുന്നു എന്ന് ചോദിക്കും. സൂറത്തുൽ മാഇദയില് ഈസ അലൈഹിസ്സലാമിനെ അള്ളാഹു താല ചോദ്യം ചെയ്യുന്ന സന്ദർഭം ഉണ്ടല്ലോ, എന്തെങ്കിലും കലർപ്പ് അതിൽ വരുത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഓ ഈസ, നീയാണോ, താങ്കളാണോ താങ്കളെയും താങ്കളുടെ മാതാവിനെയും ഇബാദത്ത് ചെയ്യണം എന്ന് സമൂഹത്തോട് പറഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട്. ഒരിക്കലും ഒരു പ്രവാചകൻ അങ്ങനെ ചെയ്യില്ലല്ലോ. പക്ഷെ എത്ര കർശനമായ ചോദ്യമാണ്, താങ്കളാണോ അങ്ങനെ പറഞ്ഞത്? ഓ പടച്ചവനെ, ഞാൻ അവർക്കിടയിൽ ഉണ്ടായിരുന്നപ്പോ എന്താണ് സംഭവിച്ചതെന്ന് നിനക്കറിയാം, ഞാൻ അവരിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം എന്താണ് സംഭവിച്ചത് എന്നതും നിനക്കറിയാം. ഇങ്ങനെ പറയാൻ മാത്രമാണ് ഈസാ അലൈഹി സ്വലാം ഒക്കെ ചെയ്യുന്നത്. വലനസ്അലന്നൽ മുർസലീൻ, അപ്പൊ ചോദ്യം ഉണ്ടാവും, അല്ലെ? വിചാരണയുണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പൊ അതില് അവർ ചെയ്യേണ്ട ഉത്തരവാദിത്തം നിർവഹിച്ചോ എന്നുള്ള ചോദ്യമാണ് ഉണ്ടാവുക എന്ന് മനസ്സിലാക്കണം. അതേസമയത്ത് വേറെ തലത്തിൽ നമ്മൾ വിചാരണ കൂടാതെ സ്വർഗത്തിൽ കടക്കുന്നവരെ കുറിച്ച് പഠിക്കുന്നുണ്ട്, അല്ലെ? അവരാരാണ്? ശിർക്ക് ബിദ്അത്തുകൾ ചെയ്യാത്ത, അന്ധവിശ്വാസങ്ങളിൽ ഉൾപ്പെടാത്ത ഒരു വിഭാഗത്തെ കുറിച്ച് അങ്ങനെ പറയുന്നുണ്ട്. അത് വേറൊരു തലത്തിലാണ്. അവര് തീർച്ചയായിട്ടും ഈ ചോദ്യങ്ങളിലൊക്കെ വിജയം വരിച്ചവരാണ് എന്ന് മനസ്സിലാക്കണം. അപ്പൊ പ്രവാചകന്മാരെ അള്ളാഹു താല ചോദ്യം ചെയ്യുമെങ്കിൽ നമ്മുടെ കാര്യം പിന്നെ എന്ത് പറയാനല്ലേ? അപ്പൊ പിന്നെ സ്വർഗത്തിലേക്ക് ഉണ്ടല്ലോ അങ്ങനെ കൃത്രിമമായിട്ട് ടിക്കറ്റ് കൊടുക്കുന്ന, നേരിട്ട് സ്വർഗത്തിലേക്ക് കയറ്റിവിടുന്നൊക്കെ പറയുന്ന വർത്തമാനങ്ങൾക്ക് വല്ല പ്രസക്തി ഉണ്ടാകുമോ? അതിനാൽ ഓരോ മനുഷ്യനും അവനവന്റെ പരലോകത്തെ കുറിച്ച് ഉത്തരവാദിയാണ്. വലനസ്അലന്നൽ മുർസലീൻ, പ്രവാചകന്മാരെ നാം ചോദ്യം ചെയ്യും എന്ന് അള്ളാഹു പറയുമ്പോൾ നമ്മുടെ കാര്യം പിന്നെ എന്ത് പറയാനാണ് എന്ന് ആലോചിച്ച് നോക്കൂ. ആ ഒരു ഉത്തരവാദിത്ത ബോധമാണ് ഈ സൂക്തം നമ്മിൽ സൃഷ്ടിക്കുന്നത്. തുടർന്ന് ഏഴാമത്തെ ആയത്ത് അതിനെ തന്നെ തുടർച്ചയാണ്. ഫലനഖുസ്സന്ന അലൈഹിം ബിഇൽം വമാ കുന്നാ ഗായിബീൻ. ഫലനഖുസ്സന്ന, ഖസ്സ യഖുസ്സു, വിശദീകരിച്ചു എന്നാണ് അർത്ഥം. ഖസ്സ യഖുസ്സു, അതുപോലെ അതിന് പിന്നെ സംഭവ കഥകൾ അതിൻ്റെ ക്രമമനുസരിച്ച് കഥാകഥനം ചെയ്തു വിശദീകരിച്ചു എന്ന് പറയാം. ഒരു സംഭവം തുടക്കം മുതൽ ഇങ്ങനെ ഒടുക്കം വരെ പറഞ്ഞു പോകുന്നൊരു ശൈലിയില്ലേ, അപ്പൊ അതിൽ നിന്നാണ് ഖസസ് ഉണ്ടാകുന്നത്. ഖസ്സ യഖുസ്സു ഫലനഖുസ്സന്ന, എന്നിട്ട് നാം തീർച്ചയായും കഥ പറയും. അള്ളാഹു പറയാണ്, നാം വിശദീകരിച്ചു കൊടുക്കും. അലൈഹിം, അവർക്കുമേൽ, ആ സമൂഹത്തിനുമേൽ, അതുപോലെ പ്രവാചകന്മാർക്കും വിശദീകരിച്ചു കൊടുക്കും.
ബിഇൽമിൻ, യഥാർത്ഥ ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ, തികഞ്ഞ അറിവിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു വിശദീകരിക്കും എന്തൊക്കെയാണ് അവർ ചെയ്തത്, ചെയ്യാതിരുന്നത്. വമാ കുന്ന, നാം ഉണ്ടായിരുന്നില്ല, നാം ആയിരുന്നില്ല, ഗായിബീൻ, മറഞ്ഞുപോയവരായിരുന്നില്ല. ഗാബ യഗീബു, മറഞ്ഞു, ഒളിഞ്ഞു. ഗൈബ് അദൃശ്യമാണ് അല്ലെ, ഒളിഞ്ഞിരിക്കുന്നതാണ് ഗൈബ്. ഗായിബ് എന്ന് പറയുമ്പോൾ മറഞ്ഞിരിക്കുന്നവൻ എന്നാണ്. വമാ കുന്ന ഗായിബീൻ, നാം മറഞ്ഞു പോയിട്ടില്ല, നാം എങ്ങും മറഞ്ഞു പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ എല്ലാം അള്ളാഹുവിന്റെ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുക്കുന്നുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് വല്ലാത്തൊരു വർത്തമാനമാണ് ശരിക്കും അല്ലെ. അങ്ങനെ പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന അതാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നിലയിൽ ഓരോ മനുഷ്യന്റെ കർമ്മങ്ങളും രേഖപ്പെടുത്തുന്നുണ്ട്. അവ അള്ളാഹു തന്നെ തിരിച്ച് ഇങ്ങോട്ട് പറയുന്നൊരു സന്ദർഭം ഉണ്ടാവും. അങ്ങനെയാണല്ലോ കോടതിയിലൊക്കെ സംഭവിക്കുന്നത് അല്ലെ. നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കും, വിസ്തരിക്കും, അത് രേഖപ്പെടുത്തും, മറുകക്ഷിയുടേത് കേൾക്കും, എന്നിട്ടൊടുവില് യഥാർത്ഥത്തിൽ ഇയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് കോടതി വിധി പ്രഖ്യാപിക്കും. അപ്പൊ അതിനിടയിൽ കാര്യങ്ങളൊക്കെ വെളിപ്പെട്ടിരിക്കും, ഇയാൾ കളവാണോ പറഞ്ഞത്, യാഥാർത്ഥ്യമാണോ പറഞ്ഞത്. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം വളരെ വിശദമായിട്ട് തന്നെ വെളിപ്പെടുത്തും എന്നാ പറയുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടില് ചർച്ച എന്താണ്, ഗാന്ധിജിയും മദർ തെരേസയും ഒക്കെ സ്വർഗത്ത് പോകുമോ എന്നുള്ള ചർച്ചയാണ് അല്ലെ. ഇങ്ങനെ പുതിയ പുതിയ വിവാദങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. സ്വർഗം അള്ളാഹു നൽകേണ്ട ഒരു അനുഗ്രഹമാണ്. അതാർക്കും ഈ ലോകത്ത് വെച്ച് ആർക്കും തന്നെ പതിച്ചു കൊടുക്കാൻ സാധ്യമല്ല. ഇങ്ങനെയുണ്ട്, നിന്റെ സ്വർഗത്തിന്റെ കാര്യം ഞാൻ ഏറ്റു എന്ന് പറഞ്ഞ് ഒരാളെ സ്വർഗത്തിൽ എത്തിക്കാൻ ഒരാൾക്ക് കഴിയാവും? സാധ്യമല്ല. ഇപ്പൊ ഗൾഫിലേക്കൊക്കെ പിന്നെ വിസ ശരിയാക്കി കൊടുക്കുന്ന ഏജൻസികളുണ്ട്. നിന്റെ ജോലിയുടെ കാര്യം ഞാൻ ഏറ്റു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ എത്തിച്ച് കൃത്യമായിട്ട് ജോലി വാങ്ങിച്ചു കൊടുക്കുന്ന ഏജൻസികൾ എന്ന് പറയും പോലെ നിന്റെ സ്വർഗത്തിന്റെ കാര്യം കുഴപ്പമില്ല, ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറയാൻ ആർക്കെങ്കിലും പറ്റുമോ? സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അത്തരം ചോദ്യങ്ങൾക്ക് പ്രസക്തി ഇല്ല എന്നുള്ളതാണ്. ഒരാള് അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ച് ആണ് പ്രവർത്തിച്ചതെങ്കിൽ, ജീവിച്ചതെങ്കിൽ അയാൾ സ്വർഗത്തിലെത്തും. അങ്ങനെ അയാൾ ആഗ്രഹിച്ചിട്ടില്ലെങ്കിൽ അയാൾ ആഗ്രഹിക്കാത്തൊരു കാര്യം എങ്ങനെയാണ് അയാൾക്ക് ലഭിക്കുക അല്ലെ. അത്രമാത്രമാണ് അതിൽ ആലോചിക്കേണ്ടതുള്ളൂ. ഒരാൾ ആർക്ക് വേണ്ടിയാണോ ജോലി ചെയ്തത് അയാളാണ് പ്രതിഫലം നൽകുക, അങ്ങനെയല്ലേ. നമ്മുടെ വീട്ടിൽ ജോലി ചെയ്ത ആൾക്ക് അയൽവാസി കൂലി കൊടുക്കോ? ഒരിക്കലും കൊടുക്കില്ല. എന്ന് പറയുന്നത് പോലെ വളരെ ലളിതമായ ഒരു യുക്തി കൊണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല സകലരെയും വിചാരണ ചെയ്യും. എന്നിട്ട് ഫലനഖുസ്സന്ന അലൈഹിം എന്ന് പറഞ്ഞാല് എന്നിട്ട് ഫ്ലാഷ് ബാക്കുകൾ കാണിച്ചു കൊടുക്കും. നമ്മൾ പറഞ്ഞതിനനുസരിച്ച് തന്നെയാണോ അല്ലയോ, പ്രവർത്തിച്ച ഓരോ ദൃശ്യങ്ങളും കാണിച്ചു കൊടുക്കാൻ അത് വളരെ വ്യക്തതയുള്ളതായിരിക്കും. അള്ളാഹു ഒരിക്കലും ഒന്നിലും എവിടെയും മറഞ്ഞിരിക്കുന്നവനല്ല എന്നുകൂടി അവിടെ ചേർത്ത് പറയുകയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം. തുടർന്ന് അള്ളാഹു തആല അതോട് ചേർത്തുകൊണ്ട് ആ വിചാരണയിലേക്ക് കടക്കുന്നുണ്ട്. വിചാരണയുടെ രീതി എന്തായിരിക്കും എന്നാണ് അടുത്ത 2 ആയത്തുകളിൽ അള്ളാഹു തആല എടുത്തു പറയാൻ പോകുന്നത്. അപ്പൊ അതും ഇതേ രൂപത്തിൽ തന്നെ വളരെ വ്യക്തതയോടെ, വളരെ ഭദ്രമായി, വളരെ സൂക്ഷ്മതയോടെയാണ് അള്ളാഹു തആല നിർവഹിക്കുക എന്ന് ആ ആയത്തുകളിൽ പറയുന്നുണ്ട്. അപ്പോ ഇതുവരെയുള്ള സൂക്തങ്ങളില് വിശുദ്ധ ഖുർആനെ കുറിച്ചുള്ള ആമുഖം പറഞ്ഞു, പിന്നെ മനുഷ്യ ചരിത്രത്തിന്റെ ആമുഖം പറഞ്ഞു വെച്ചു. അതിനെ തുടർന്ന് വിചാരണയെക്കുറിച്ചുള്ള പരാമർശങ്ങളാണ് വന്നിട്ടുള്ളത്. വളരെ നന്നായിട്ട് പഠിക്കുവാനും ഉൾക്കൊള്ളുവാനും ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാമിനെ അറിയുവാൻ, ഉൾക്കൊള്ളുവാൻ, യഥാവിധി ജീവിതത്തിൽ പകർത്തുവാൻ, സമൂഹത്തിൽ പ്രചരിപ്പിക്കുവാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ സദുദ്ദേശങ്ങളും സഫലീകരിച്ചു തരണേ നാഥ. എല്ലാ പ്രയാസങ്ങളും എളുപ്പമാക്കണേ റബ്ബേ. ഞങ്ങളിൽ വന്നു പോകുന്ന വീഴ്ചകൾ എല്ലാം പുറത്തു തരണേ നാഥ. പടച്ചവനെ, ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും നീ ഞങ്ങൾക്ക് തുണയായിരിക്കണേ റബ്ബേ.
ഞങ്ങൾക്കിടയിൽ രോഗികളുണ്ട്, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. എല്ലാവർക്കും ശിഫ നൽകി അനുഗ്രഹിക്കണേ റബ്ബെ. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ നാഥ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.